കരിസ്മാറ്റിക് കാലം കഴിയുമ്പോഴാണ് ഈ കവനൻ്റെ കാലം, ദൈവമായിട്ട് കരാർ ചെയ്ത് ജീവിക്കുന്ന ഒരു കാലം വരണത്. ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന, ഒന്ന് പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളുടെ ആയിരിക്കും മറ്റൊരു ആശ്വാസകനെ, പരിശുദ്ധാത്മാവിനെ അയച്ചു തരികയും ചെയ്യും. അപ്പം കൽപ്പനകൾ, ഇപ്പം കരിസ്മാറ്റിക് ധ്യാനത്തിൽ നമ്മളെ അവസാനമാണ് ആൾക്കാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. 2 ആഴ്ച കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. ഇല്ല, ക്ലിയർ അല്ലേ? അല്ലെ പിന്നെ നിങ്ങൾ എന്തുമാത്രം വളരേണ്ടതാണ്. കവനണ്ടിൽ ആ സാധനം പോകത്തില്ല. എന്താ കാര്യം? കവനണ്ടിൽ കവിയപ്പ് പ്രാർത്ഥനയിലൂടെ അല്ല പരിശുദ്ധാത്മാവ് കിട്ടുന്നത്, പിന്നെ അവൻ പറയണത് പോലെ ചെയ്യുന്നതിലൂടെ. കൈയിടിച്ച് കർത്താവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഓരോ കാര്യങ്ങളും കർത്താവ് പറയണ പോലെ നിറവേറ്റുമ്പോഴേ നമുക്ക് എന്താ ലഭിക്കണത്? പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മളുടെ ലക്ഷ്യം എന്താണ്? യോഹന്നാൻ 1:16 മേൽകൃപയാണ് ലക്ഷ്യം. അവരുടെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽകൃപ. ഈ മേൽകൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർജിത കൃപയാണ്. ഒരു വ്യക്തി ആർജിക്കുന്ന കൃപയാണ്. മനസ്സിലായില്ലേ? സാധാരണ നമുക്ക് പരിശുദ്ധാത്മാവ് കിട്ടുന്ന കൂദാശ വഴിയാണ് അടിസ്ഥാന കൃപ. അടിസ്ഥാന കൃപയിലൂടെ നമുക്ക് സാധാരണ കേവല കൃപ കിട്ടും. കൃപയ്ക്ക് മേൽകൃപ കിട്ടുന്നത് എന്താണ്? ആർജിത കൃപയാണ്. കവനൻ്റെ ലക്ഷ്യം വെക്കണത് എന്താണ്? അടിസ്ഥാന കൃപയല്ല. അടിസ്ഥാന കൃപ ഓൾറെഡി നമ്മൾ അതിൻ്റെ എല്ലാ അതിൻ്റെ പരിക്കുകളെല്ലാം പരിഹരിച്ച് റിപ്പയർ ചെയ്ത് കൂദാശ ജീവിതത്തിലൂടെ കൃത്യമായി നമ്മൾ അടിസ്ഥാന കൃപയുടെ ചാലുകളെല്ലാം ആദ്യമേ കോരും. അതിന് ശേഷമാണ് നമ്മൾ ആർജിത കൃപയിലേക്ക് പോണത്. ആർജിത കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവന് വേണ്ടി ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തി ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും മുന്തിയ നിലവാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ, കൃപയ്ക്ക് മേൽ കൃപയായ ആർജിത കൃപ പ്രാപിക്കുവാൻ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കുമെന്ന് അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് നിലവാരമുള്ള സുവിശേഷ സാക്ഷികളാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ദൈവ സംസർഗത്തിൽ അല്ലെങ്കിൽ ഒരു ദൈവ വിനിമയത്തിൻ്റെ ഒരു കാലമാണ് നമ്മൾ ഉടമ്പടിയിലൂടെ വാതിൽ തുറക്കുന്നത്. വിനിമയത്തിൻ്റെ കാലം എന്ന് വെച്ചാൽ ബൈബിൾ എപ്പോഴും പറയുന്ന സംഭവം ബിവെയർ ഓഫ് ഒക്കേഷൻസ്, അവസരങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കുക. പണ്ട് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിനെ ഓർത്തിരിക്കുന്ന സംഭവമാണ് വാട്ട് ഈസ് ഇൻ്റലിജൻസ്. വാട്ട് ഈസ് ഇൻ്റലിജൻസ്? എന്താണ് ബുദ്ധി? അത് സൈക്കോളജിക്കൽ സബ്ജക്റ്റാണ്. എന്താണ് ബുദ്ധി? ഇൻ്റലിജൻസ് ഈസ് ആൻ എബിലിറ്റി ടു അഡാപ്റ്റ് അക്കോർഡിംഗ് ടു ദി സർക്കംസ്റ്റൻസ്. അതാണ് ബുദ്ധിയുടെ ഇപ്പം നിലവിലുള്ള ഡെഫിനിഷൻ. എന്താണ് ബുദ്ധി എന്ന് പറയുന്നത്? ഇറ്റ്സ് ആൻ എബിലിറ്റി ടു അഡാപ്റ്റ്. ഒരു സാഹചര്യം വരുമ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ ബുദ്ധി എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേസിൽ വരുന്ന വിഷയം. ഗ്രേസ് എന്ന് പറയുന്നത് കൃപ. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആണ്. കൃപയ്ക്ക് മേൽകൃപ. ഈ മേൽകൃപ ഉണ്ടാക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗ്രേസ് മേക്കിംഗ് ഈസ് എൻ ഇൻ്റലിജൻറ്റ് ബിസിനസ്. അല്ലെങ്കിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്, കൃപ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ബുദ്ധിപരമായ വിനിമയമാണ്. ഒരു അവസരങ്ങളോട് ഒരു വിശ്വാസി എങ്ങനെ പ്രതികരിക്കുന്നു, അതിലൂടെയാണ് അക്വയർഡ് ഗ്രേസ് ഉണ്ടാകുന്നത്. ആർജിത കൃപ അവസരങ്ങളോട്. ഇപ്പം ലുക്കാൻ്റെ സുവിശേഷം എടുത്തേ 21:13. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 21:13. ഏറ്റവും ലൂക്ക 21:13. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവസരം കണ്ട, ഒക്കേഷൻ. ഇത് നിങ്ങൾക്ക് പറഞ്ഞേ, ഇത് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഇതാണ് ഈ അവസരത്തെ ബുദ്ധിപൂർവമായിട്ട് നമ്മളെ സമീപിക്കാൻ കഴിയണം. അവസരം ഇപ്പം നിന്റെ ഭാര്യ വഴക്കിട്ട് വീട്ടിൽ പോയി, നിന്റെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ടാകും, അവളുടെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ടാകും. അപ്പോൾ അവൾ വീട്ടിൽ പോയി അവിടെ ഇരിക്കുകയാണ്. അവളെ കുഞ്ഞുങ്ങളെ മരിച്ചോണ്ട് നീ വീട്ടിൽ വന്നപ്പോൾ ഭാര്യയുമില്ല കുഞ്ഞുങ്ങളുമില്ല, അവൾ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ നീ എന്ത് ചിന്തിക്കണം? എന്താ നീ ഉടനെ എന്ത് ചെയ്യും? നീ നീ നിനക്ക് വിശ്വാസമാണ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ ആരെങ്കിലുമായിട്ട് പെൺപിള്ളേരുമായിട്ട് സംസാരിക്കണവരെ ഓഡിയോ അവർക്ക് അയച്ചു കൊടുക്കും.
അല്ല, നീ ഇങ്ങനെ കോപ്പറേറ്റ് തരം കാണിച്ചാൽ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നതാണ് നീ അവളോട് പറയണത്. അത് മാനുഷികമാണ്. എന്താണ്? കൊല്ലാനും നശിപ്പിക്കുവാനാണ് കള്ളൻ വരുന്നത്. കള്ളൻ വരണേണ്ട ഭാര്യ വഴക്കിട്ട് പോയപ്പോൾ ഒരുത്തൻ കാണിക്കുകയാണ് അവൻ്റെ പഴയ ഒരു അക്കൗണ്ടിൽ നിന്ന് അവൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവൻ്റെ പഴയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവളുടെ ഫോട്ടോ ഇവയ്ക്ക് അയച്ചു കൊടുക്കും. എന്താ? നീ അഭ്യാസം കാണിച്ചാൽ അതിനേക്കാൾ വലിയ അഭ്യാസം ഞാൻ കാണിക്കുമെന്നാണ് ഇവൻ പറയണത്. പക്ഷേ ഈ പോഴൻ അവസരത്തെ ദുർവിനിയോഗിക്കണം. കണ്ട, ഇതല്ല വിഷയം. ഈ വിഷയം ഇവൻ ശരിക്കും പറഞ്ഞു ഈ അവസരം ശരി, അവൾ പോയി, നിൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് ഇല്ല, അവളുടെ കയ്യിലാണ് മിസ്റ്റേക്ക്. നീ ഇല്ലാത്തപ്പോൾ നിൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അവിടെ അമ്മയോട് പോലും ചോദിക്കാതെ നിന്നെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ നിൻ്റെ ചിറ്റപ്പനും ആൻറ്റിയും ഒക്കെ രംഗത്ത് വന്നു. അപ്പോൾ അവൾ പോയപ്പോൾ നാട്ടിൽ വേറെ പെണ്ണ് കിട്ടുമെന്ന് പറയും. അടുത്ത പിശാചവനാണ് വേണ്ട, അടുത്ത പിശാചവനുണ്ട്. ഈ നിൻ്റെ ആൻറ്റിയും ചിറ്റപ്പനും കൂടെ വന്നിട്ട് നിന്നോട് പറഞ്ഞാൽ അവൾ വന്നപ്പോഴത്തെ എനിക്ക് മനസ്സിലായി അവൾ പിഴയാണെന്ന്. അപ്പോൾ നിനക്ക് തരുന്ന നോട്ടതാ. അവൾ പോട്ടെ കൊള്ളാം, കല്യാണം ഇതുപോലെ എന്തുമാത്രം വേണമെങ്കിൽ വീട്ടിൽ പോകേണ്ടത്. അപ്പോഴേ നിനക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരെ വിട്ടുപോരാം. നീ ഉടമ്പടി എടുക്കുമ്പോൾ നിന്നെ വഴിതെറ്റിക്കുന്നവരെ നീ വിട്ടുപോരേണ്ടി വരും. ഓൾഡ് റിലേഷൻസ്, നിന്നെ ക്രിസ്തുവിൽ നിന്ന് വഴിതെറ്റിക്കുന്ന വ്യക്തികളെ. എനിക്ക് തോന്നുന്നത് 2 കൊറിന്തോസ് 6:17 എടുത്തേ. 2 കൊറിന്തോസ് 6:17. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുമെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. അതെ, നിന്നെ ദുഷ്ട ഉപദേശം നൽകി ഉള്ള കൃപ കൂടി കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാരുണ്ട്. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അത് നിനക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം. യോഹന്നാൻ 10:10 എടുത്ത് ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 10:10 മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഇളയച്ചൻ വരുന്നത്, കൊച്ചാപ്പൻ വരുന്നത്, ചിറ്റമ്മ വരുന്നത്, ആൻറ്റി വരുന്നത് ഒത്ത പോക്കാണെന്ന് പറഞ്ഞത്. നിങ്ങൾ അവരെ വിട്ട് പോരാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. സ്നേഹമായിരിക്കും. ദൈവം തന്നെ കൽപ്പന എന്താന്ന് ചോദിക്കുക, വായിച്ചേ. 1 കൊറിന്തോസ് 14:1 സ്നേഹമായിരിക്കട്ടെ. പറഞ്ഞേ, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ വാശിയല്ല, വൈരാഗ്യമല്ല, വെറുപ്പല്ല, ഒന്നുമല്ല. ഇവിടെ ചിലപ്പോൾ തോറ്റു കൊടുക്കേണ്ടി വരും. കാര്യം എന്താണ്? നീ സ്വീകരിച്ചിരിക്കുന്ന ജ്ഞാനസ്ഥാനം, നീ ഏറ്റെടുത്തിരിക്കുന്ന കൃപ തോറ്റവൻ്റെതാണ് അല്ലേ? തോറ്റവൻ്റെ ഉടമ്പടിയാണ് നീ ചെയ്തിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയ ചിലപ്പോൾ തോറ്റെന്നിരിക്കും. പക്ഷേ ഈ തോൽവി അന്ത്യമല്ല. കൈയടിച്ച് എൻ്റെ മക്കളെ, ഇതിൻ്റെ വിഷയം ഇത് ദൈവം ഒരുക്കുകയാണ് ശരിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു കേസ് ഹിസ്റ്ററി പറഞ്ഞില്ലേ, ഹസ്ബൻഡിനെ വഴക്ക് ഇല്ലാത്ത സമയത്ത് ഹസ്ബൻഡ് അമ്മയോട് പോലും പറയാതെ അവൾ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നീ എന്തെന്ന് ഉപയോഗിക്കുമ്പോഴാണ് നിൻ്റെ വീട്ടുകാരും നാട്ടുകാരും വന്ന് പറയണത് നിന്നെ പിശാചിൻ്റെ ഉപകരണങ്ങളായിട്ട് മാനുഷികമായ വാശിയും വൈരാഗ്യമാണ് പറയണത്. എടാ പോത്തെ, നീ അവിടെ ചെന്ന് അപ്പോൾ നീ പറയും ഞാൻ ചെന്ന് വിളിക്കട്ടെ, കുഞ്ഞുങ്ങളെ കാണാൻ പറ്റണില്ലെന്നൊക്കെ പറയാൻ പറയും. എടാ നീ എന്ത് വിഡ്ഢിയാണ്, നീ എന്ന് വിളിച്ചാൽ ഇനി അവൾ ഇതിൻ്റെ അപ്പുറത്തെ കാണിക്കും. അതിൻ്റെ അപ്പുറത്ത് മനുഷ്യ ഉപദേശമാണ്. ദൈവത്തെ അറിയാൻ പാടില്ലാത്ത പേപ്പട്ടികളെ നിങ്ങളെ എങ്ങനെയും വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. പേപ്പട്ടികളെ, അത് ചിറ്റപ്പനായാലും ആൻറ്റി ആയാലും ശ്രദ്ധിക്കരുത്. നിങ്ങൾ അവരെ വിട്ടു പോരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 1 കൊറിന്തോസ് 6:17 നിങ്ങൾ അവരെ വിട്ടു പോരൂ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടുപോരാൻ ഈശോ പറയും നിങ്ങൾ അവരെ വിട്ടുപോരേണ്ടവരെ വിട്ടുപോരുക തന്നെ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഒഴിവാക്കണമെന്നല്ല, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങൾ അവരെ ഈശോ പറഞ്ഞിട്ട് നിങ്ങൾ അവരെ വിട്ടുപോരൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധന്മാരാണ്. മത്തായി 15:14 അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ നിങ്ങളെ കുഴി കൊണ്ട് ചാടിക്കാൻ മാത്രമേ, ക്രിസ്തുവിനെ മാറ്റി നിർത്തി, ദൈവത്തിന്റെ സ്നേഹത്തെ മാറ്റി നിർത്തി ആര് ഉപദേശം തന്നാലും അത് അന്ധന്മാരാണ് തരണത്. അന്ധനെ നയിച്ചാൽ എന്ത് പറ്റും? രണ്ടുപേരും കുഴി വീഴുവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുഴി വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, ഭാര്യയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന പറയുമ്പോൾ ചിലപ്പോൾ അവർ തോന്നിയ ഇങ്ങോട്ട് പറയും. അപ്പോൾ നമുക്ക് അവർ നമ്മൾ ചെയ്യാത്ത കാര്യമൊക്കെ അവർ പറയണത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കുശുമ്പും കുഞ്ഞായ്മയും തോന്നിവാസമായിരിക്കും, കേട്ടിട്ടായിരിക്കും അവരിങ്ങോട്ട് വിളമ്പണത്. പക്ഷേ നമ്മളൊന്നും മിണ്ടത്തില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് വെച്ചാൽ സാധാരണ ഒരു
വെല്ലുവിളിയാണ്. ഇവിടെ എന്താണ്? ഇവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കണമുണ്ട്. കൂദാശയുടെ ബലമുണ്ട്. ക്രിസ്തുവിനെ പിരിയരുത്. കാരണം നിത്യതയാണ് ലക്ഷ്യം. കൈയടിച്ച് കർത്താവേ നമ്മളിങ്ങനെ ഓർപ്പിച്ച് തരണം. ഇപ്പോൾ ഈശോ നേരത്തെ എന്താ പറഞ്ഞത്? സ്നേഹത്തിൻ്റെ ഇൻഡിക്കേറ്റർ അല്ലേ? സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? എന്ത് സംഭവിച്ചാലും നിത്യതയെക്കുറിച്ച് ചിന്തിക്കും. അയാൾക്ക് ദൈവസ്നേഹം ഉണ്ട്. രണ്ടാമത്തെ എന്നാൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. കൽപ്പന പാലിക്കുമ്പോഴെന്താണ്? കൽപ്പന എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അതാണ് പ്രശ്നം. നിങ്ങളെ പരസ്പരം സ്നേഹിക്കാനല്ല പറഞ്ഞിരിക്കണത്. അത് മഹാത്മാഗാന്ധിക്കും പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. വേറെ പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെയാണ് പറഞ്ഞിരിക്കണത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ച കാര്യം കാണുമ്പോൾ അറിയാമല്ലോ. ഈ കുരിശിൽ എന്തുകൊണ്ട് അൾത്താരെ വെക്കണത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എന്താണെന്ന് കാണിക്കാനാണ് സഭയെ. ഞാനെങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കുരിശിലും അൾത്താരെ വെക്കണത്. തുണിയില്ലാതെ ഒരു വിറക് കഷ്ണത്തെ ഇനി ഒന്നും കയ്യിലില്ല. ആരുടെ കയ്യിലില്ല? യേശുവിൻ്റെ കയ്യിലുമില്ല, പരമപിതാവിൻ്റെ കയ്യിലുമില്ല എന്ന് പറയുന്ന ബൈബിൾ ഭാഗമുണ്ട്. എന്താണ്? നമ്മൾക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നൽകിയില്ലേ? അപ്പോൾ യേശുക്രിസ്തുവിനെ പോലും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? വല്ലാത്ത വൈബ്രന്റ് ആയിട്ടുള്ള വേർഡാണിത്. എന്താണ്? സ്വപുത്രനെ പോലും. ആ പോലും എന്നുള്ള വാക്കിനാണ് എക്സ്ട്രാ അനോയിൻറ്റിങ് ഉള്ളത്. എന്താണ്? സ്വപുത്രനെ പോലും, ക്രിസ്തുവിനെ പോലും നമുക്ക് വേണ്ടി. അപ്പോൾ എന്തുമാത്രം പരമപിതാവ് നമ്മളെ സ്നേഹിക്കുന്നത് മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും നശിക്കാൻ, ഈശോയെപ്പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ നമ്മൾ ഒരിക്കലും നശിക്കാൻ ദൈവം ഒരിക്കലും ഇടവരുത്തത്തില്ല. ഏതെങ്കിലും വഴിയിലൂടെ നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്നവൻ നിന്നെ വീണ്ടെടുക്കും. കൈയടിച്ച് കർത്താവേ നമ്മളിലൂടെ ഇപ്പം ഈശോ എന്നാ സംസാരിക്കണത്? നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? കൃപയ്ക്ക് മേൽകൃപ. അതിനെന്താ ചെയ്തിരിക്കണത്? അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിമയം ചെയ്യുക. ജീവിതത്തിലുണ്ടാകുന്ന അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിമയം ചെയ്യുക. ഇങ്ങനെയാണ് കൃപ, ആർജിത കൃപ ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് എൻ ഇൻ്റലിജൻറ്റ് ബിസിനസ്. ആർജിത കൃപയെന്ന് പറയുന്നത് ബുദ്ധിപരമായൊരു വിനിമയമാണ്. അവസരങ്ങളെ ഇതാണ് അവസരം എന്ന് നമുക്ക് പറഞ്ഞു തരണത് ആരാണ്? പരിശുദ്ധാത്മാവ്. 14:26 യോഹന്നാൻ 14:26 എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അവസരങ്ങളെ അനുസ്മരിപ്പിക്കുമെന്നായി പറയണത് മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ റോള് കവനൻ്റിൽ ഭയങ്കരമാണ്. നിങ്ങൾ കവനൻ്റിലായിക്കഴിഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പന പാലിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്താണ്? ആ പരിശുദ്ധാത്മാവ് അവസരങ്ങളെ അനുസ്മരിപ്പിക്കും. ടാപ്പിംഗ് ടൈം പറയും, കൃപയുടെ ടാപ്പിംഗ് ടൈം പറയും. ഇപ്പോൾ ആ പെണ്ണുമ്പോൾ വഴക്കിട്ട് പോയില്ലേ? അതാ. അപ്പോൾ ഇവരോട് എന്താ പറഞ്ഞിരിക്കണത്? അവൻ്റെ അമ്മ പറഞ്ഞിരിക്കണത്, എന്നെപ്പോലും ഞാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, എന്നോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവളെ ഇനി വിളിക്കാൻ നീ പോകണ്ട, ഇവിടെ കൊണ്ടുവന്നാൽ ശരിയാകത്തില്ലെന്നാണ് അമ്മ പറയണത്. അവരെ തോട്ടുമുള്ളിൽ തൊഴിക്കുകയാണ്. കൂദാശയും കാര്യമൊന്നും അവർക്ക് പ്രശ്നമൊന്നുമല്ല. അവർ തോട്ടുമുള്ളിൽ തൊഴിക്കുകയാണ്. എങ്ങനെ ഈ സാധനത്തെ വിഘടിച്ചിട്ട് അവളെ വീട്ടിൽ നിർത്താവുന്നതാണ് ഈ പണ്ടാരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാധനത്തിനെ ഇവരമ്മയാണെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ ബാധ്യസ്ഥമില്ല. എന്നെക്കളുപരി സ്വന്തം മാതാവിനെ പിതാവിനെ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് ആവശ്യമില്ല. കൈയടിച്ച് കർത്താവേ തീരുമാനിക്കുന്നവൻ യേശുവിൽ തീരുമാനിക്കുക. ഒന്ന്, തീരുമാനിക്കുന്നവൻ നിത്യതയെ മുൻനിർത്തി തീരുമാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ നിത്യതയെ മുൻനിർത്തി തീരുമാനിക്കുന്നത് കൊണ്ടാണ് ഇപ്പം ക്രിസ്തുവിൻ്റെ പല പ്രബോധനങ്ങളും സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഈ ലോകത്തിന് വേണ്ടിയുള്ള പ്രബോധനങ്ങളല്ല. നിന്റെ വലത് കർണത്തെ അടിക്കണവന് ഇടത് കർണം കാണിക്കാൻ പറയണില്ലേ? എന്തുകൊണ്ടാണ്? നീ അടിക്കണവന് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി? നിനക്ക് ക്രോധമായി,
വൈരാഗ്യമായി, നിൻ്റെ ആത്മാവിന് കറയായി, നിനക്ക് നിത്യത നഷ്ടമായി. നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവ് അവസാന നിമിഷം വരെ രക്തം ചെയ്യുന്നവരുണ്ട്. കാര്യം എന്താ വെച്ചാൽ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ക്ഷമ ഇത്രയും വരെ ആകാം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ ഒരു വൈബ്രേഷൻ കണ്ടില്ലേ? ഇത് കർത്താവിൻ്റെ ഓരോ വചനങ്ങളും ലക്ഷ്യം വെക്കുന്നത് കൈച്ചൂണ്ടിയാണ്. വചനങ്ങളെല്ലാം നിത്യതയുടെ കൈച്ചൂണ്ടികളാണ്, കൈച്ചൂണ്ടികൾ. അതുകൊണ്ടാണ് വചനം, പ്രത്യേകിച്ച് വചനം കഠിനമാണെന്ന് കണ്ടാൽ ഓർക്കുക, അത് ഈ ലോകത്തിന് വേണ്ടിയുള്ള വചനമല്ല, സിമ്പിളായിട്ടുള്ള വചനമാണ് ഈ ലോകത്തിന് വേണ്ടിയുള്ളത്. ഇപ്പോൾ ദിവ്യകൃപാനെക്കുറിച്ചുള്ള വചനം കഠിനമാണ്. എന്താ കാര്യം? ദിവ്യകൃപാന നിത്യതയുടെ ഭക്ഷണമാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ജീവിതത്തിൻ്റെ കഠിനമായ അനുഭവങ്ങളെ മാർദ്ദവമാക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തോടെ അത് സ്വീകരിക്കാനാണ് എന്നിലൂടെ കർത്താവ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടിയാണത്? നിത്യതയെ ഉദ്ദേശിക്കുന്നതാണത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് നിത്യതയെ നിങ്ങളെ സ്നേഹിക്കാൻ ആദ്യം തീരുമാനിച്ചാൽ ബാക്കിയെല്ലാം എളുപ്പമാകും. നിങ്ങൾ നിത്യതയെ ഒരു ജീവിത ലക്ഷ്യമായിട്ട് കണ്ടാൽ ബാക്കിയെല്ലാം എളുപ്പമാകും. മനുഷ്യൻ്റെ ഇവിടുത്തെ ഭാരം എന്താണ്? നിത്യതയെ അവൻ അവഗണിക്കുന്നതാണ് മറ്റതെല്ലാം ഭാരമായി മാറണം. നമുക്ക് നിത്യതയെ അവഗണിക്കുന്നതാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഭാരമായി മാറണത്. കർത്താവിന് എന്താ കുരിശ് ഭാരമായി മാറാതിരുന്നത്? അത് നിത്യതയ്ക്ക് വേണ്ടിയാണെന്ന് ഈശോയ്ക്ക് ആന്തരിക ബോധ്യമുണ്ടായിരുന്നു. അത് പിതാവിനോട് സ്നേഹം ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് ആന്തരിക അഭിഷേകം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഐസയ പറയണത് എന്താണ്? അവൻ സഹനദാസൻ, അവൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ തലമുറയിലെ ആ രക്തത്തിൽ ചവിട്ടി, ആ രക്തത്തിൽ നിന്ന് പിറക്കാൻ പോകുന്ന ഒരു തലമുറയെ ഓർത്തുകൊണ്ട് അവന് ഹൃദയ സന്തോഷമുണ്ടായെന്ന്. ദാറ്റ് മീൻസ് ഈശോ കുരിശെടുത്തത് അഭിഷേകത്തിലാണെന്ന് അർത്ഥം. ഐസയ 53 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഐസയ 53:10 അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ഈ ബോധം എപ്പോഴും ഉണ്ടാകണം. എന്താണ്? അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അപ്പോൾ ഒരു ക്ലേശം വരുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ 14:26 വെച്ചുകൊണ്ട് പരിശുദ്ധാത്മ വരും. ഇത് നിങ്ങളുടെ വീട്ടുകാരോ അയൽവാസികളോ കൂട്ടുകാരോ ഉണ്ടാക്കിയ പാരപണിയൊന്നുമല്ല. നിങ്ങൾക്ക് ഈ ക്ലേശം വന്നിരിക്കുന്നത് അവിടെ നിന്നാണ്. നിങ്ങളെ ക്ലേശങ്ങൾക്ക് ക്രിസ്തുവിനെ പോലെ വിട്ടുകൊടുത്തിരിക്കുന്നത്. കാരണം നിങ്ങളെ കൃപയ്ക്ക് മേൽ കൃപയ്ക്കായി ദൈവം ക്രിസ്തുവിനെ പോലെ വിളിച്ചിരിക്കുന്നു. അത് ആര് പറഞ്ഞു തരേണ്ടതാണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞു തരേണ്ടതാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വോൾട്ടേജ് ഷോർട്ടായി വരുമ്പോഴാണ് ഇതെല്ലാം ഭാരമായിട്ട് പിടിക്കണം നമ്മളെ എല്ലാം. നമ്മൾ പറയാം അവിടുന്നല്ല, ഇത് അവൾ കാണിച്ചതാണ്, ഇവർ കാണിച്ചതാണ്, ഓഫീസിൽ കാണിച്ചതാണ്, പാർട്ടിക്കാർ ചെയ്തതാണ്. ഇങ്ങനെ കുറേ നമ്മൾ എന്തുകൊണ്ടാണ്, അതായത് നമ്മുടെ എല്ലാ ഭാരങ്ങൾക്കും ഉത്തരവാദിയും മാപ്പുസാക്ഷികളെയും നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ ഓർക്കുക. ആ മാപ്പുസാക്ഷികളെ ആ പ്രേസങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് കാര്യം ഓവർ ചെയ്ത് കഴിഞ്ഞാൽ വിഷയം അവിടെ വെച്ച് തീരുകയാണ്. നിങ്ങൾക്ക് ലഭിക്കണേ എന്താണ്? നിത്യതയും ക്രിസ്തുവിനെയും കൈയടിച്ച് കർത്താവ് നിൽക്കുക. മൗനമായി മുട്ട നിന്നുകൊണ്ട് കൈകൾ കുപ്പി കർത്താവിനെ തന്നെ നോക്കി. ഏതെങ്കിലും പ്രത്യേക സ്വകാര്യ വിഷയമുണ്ടെങ്കിൽ അമ്മയുടെ മാധ്യസ്ഥൽ ഇപ്പോൾ സമർപ്പിക്കുക. പ്രത്യേക സ്വകാര്യ വിഷയം ഇപ്പോൾ സമർപ്പിക്കാം. ഓക്കെ, എല്ലാവരും മുട്ടന്തിക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിലും ഉടമ്പടി പുതുക്കിയും സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം ദൈവസ്നേഹത്തോടെ പാലിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.